സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ട്. എന്നാൽ നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ ലോക്ക് തുറക്കാതെ തന്നെ നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യാറുണ്ട് അല്ലേ? ലോക്ക് തുറക്കാറില്ലല്ലോ. എന്നാൽ ചില സാഹചര്യത്തിൽ നമ്മളിപ്പോൾ മൊബൈൽ ചാർജ് ചെയ്തിട്ട് നമ്മളിപ്പം ബാത്റൂമിൽ കുളിക്കാനോ മറ്റോ പോയ ആ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ അഭാവത്തിൽ നമുക്ക് അർജൻറ്റ് കോൾ വന്നു കഴിഞ്ഞാൽ അത് ആർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? എന്നാൽ അതും കൂടി ലോക്ക് ചെയ്തിടണ്ടേ? നമുക്ക് വരുന്ന കോള് നമ്മൾ മാത്രം അറ്റൻഡ് ചെയ്താൽ പോരെ? മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം നമ്മൾ എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പ്രൈവസിയാണത്. അതായത് നിങ്ങൾക്ക് വരുന്ന കോള് നിങ്ങളുടെ പ്രൈവസി തന്നെയാണ്. അത് നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ആ കോൾ കൂടി നമുക്ക് ലോക്ക് ചെയ്തിടാൻ സാധിക്കും. നമ്മുടെ ഫിംഗർ അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് വെച്ച് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് വരുന്ന കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലഭിക്കും. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെയാണ് കാണിക്കുക. 2 പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെയും ഒരു പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ ബേക്ക് വരിക. ഓക്കെ, ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണോ എന്ന് നോക്കുക. അതിനുശേഷം സെക്യൂരിറ്റി ടൈപ്പ് എന്ന ഭാഗം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ലോക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരസ്യം കാണിക്കും. അങ്ങനെ പരസ്യം കാണിക്കുമ്പോൾ അത് തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 അക്ക പിൻ നമ്പർ തിരഞ്ഞെടുക്കാൻ കാണിക്കും. നിങ്ങൾക്ക് ഓർമ്മയുള്ള 4 അക്ക പിൻ നമ്പർ ഇവിടെ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ 1425 എന്നാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മൊബൈലിൽ നിന്നും ഈ ഒരു മൊബൈലിലേക്ക് കോൾ ചെയ്യാം. ഞാനിപ്പോൾ സ്ക്രീൻ ലോക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ മറ്റൊരു മൊബൈൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എൻ്റെ മൊബൈലിലേക്ക് ഞാനിപ്പോൾ സാധാരണ പോലെ കോൾ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ കോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. കോൾ ഞാൻ ചെയ്തു. കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, കോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ആ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കും. ഇത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയാലും ഇവിടെ കോൾ വരുന്ന കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പിൻ നമ്പർ ചോദിക്കും. നമുക്കിത് ഓപ്പൺ ചെയ്യാനേ സാധിക്കില്ല. ഇനി തെറ്റായ ഒരു നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ അത് ഓപ്പൺ ആയി കിട്ടുകയില്ല. ശരിയായ നമ്പർ തന്നെ എൻ്റർ ചെയ്യണം. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കോൾ വരുന്നത് കാണിക്കും. നമുക്ക് ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ കോളുകൾ വരുന്ന സമയത്ത് ആരും അറ്റൻഡ് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് വരുന്ന കോൾ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല, അതായത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പേഴ്സണലായിട്ട് സീക്രട്ട് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കോൾ വരുന്നെങ്കിൽ അതൊക്കെ മറ്റൊരാൾ അറ്റൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.